ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേ നമ്മുടെ ഗോവിന്ദനും ഗീതുവും പിരിയുകയാണെന്നുള്ള സത്യം അത് ഉൾക്കൊള്ളാൻ കഴിയാതെ ഗോവിന്ദനും ഗീതുവും ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ഗീതു ആണെങ്കിൽ ഗോവിന്ദനെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദൻ ഇതൊക്കെ അമ്പരന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു, ഇവൾക്ക് ഇതൊക്കെ എങ്ങനെ കഴിയുന്നു എന്നുള്ളൊരിതിൽ. അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞു, ഞാൻ പൊക്കോളാം, നീ എൻ്റെ അരികിലേക്ക് വരണ്ട. കാരണം നിന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും സമാധാനമായിട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഗോവിന്ദ് സാർ അങ്ങനെ പറയരുതെന്നും പറഞ്ഞാണ് ഗീതു ഗോവിന്ദൻ്റെ കൂടെ പോകുന്നത്. അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ അവിടെ നടക്കുന്നു കേട്ടോ. ഈ സമയത്ത് ഇവരുടെ രണ്ടുപേരുടെയും ആ മാനസിക അടുപ്പം അത് മനസ്സിലാക്കാതെ ഇവരുടെ രണ്ടുപേരുടെയും സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് കിഷോറിന് കലിയൊക്കെ വരുന്നുണ്ട്. കാരണം കിഷോറിന് എത്രയും പെട്ടെന്ന് പോയി അക്കൗണ്ട് എടുക്കണം, കാശ് അടിച്ചു മാറ്റണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെ ആ ഒരു ഇത് സംഭവിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. ഈ സമയത്ത് കിഷോറിനോട് നമ്മുടെ ഗോവിന്ദൻ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു. അപ്പോൾ കിഷോർ പറഞ്ഞു, നമുക്ക് നേരെ ബാങ്കിലേക്ക് പോകാം, ബാങ്കിലേക്ക് പോയിട്ടല്ലേ ഗോവിന്ദ് സാറ് പോവുള്ളൂ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞു, അങ്ങനെ ബാങ്കിലേക്ക് പോയിട്ട് പോകാൻ പറ്റിയൊരു സാഹചര്യത്തിലല്ല ഞാനൊന്നും. ആ ക്യാഷ് ഞാൻ ഗീതുവിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെന്ത് ആവശ്യം വന്നാലും നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. പിന്നെ ഗീതുവിൻ്റെ പഠിത്തത്തിനും അതുപോലെ തന്നെ ചിലവിനും അതിൻ്റെ ആ ഒരു പലിശ മാത്രം മതി നിങ്ങൾക്ക് ജീവിക്കാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവനൊട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം പൈസ ഗീതുവിൻ്റെ മാത്രം അക്കൗണ്ടിലേക്കല്ല ഇട്ട് കൊടുത്തത്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ പകുതി ആ ഒരു താല്പര്യം അങ്ങ് പോയി. കാരണം ഗീതുവിനേക്കാൾ ഉപരി അവന് ആ 1 കോടി രൂപയായിരുന്നു ആവശ്യം. അത് കിട്ടില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗീതുവിനോടുള്ള ആ ഒരു പകുതി താല്പര്യവും കുറഞ്ഞു. അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുക. ഇനിയിപ്പോൾ ഗീതുവിനെ തന്നെ കിട്ടിയിട്ട് എന്താ കാര്യം എന്നുള്ളൊരു മട്ടിൽ. അപ്പോൾ നമ്മുടെ ഗോവിന്ദനാണെങ്കിൽ ഇവനോട് കാര്യങ്ങൾ പറയുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ ഗീതുവിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, നിനക്ക് ആ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പിൻവലിക്കണമെങ്കിൽ അത് ഞാൻ അറിയാതെ സംഭവിക്കില്ല എന്ന് ഗോവിന്ദൻ പറയുക. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ അതെടുത്ത് ന്യായമാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ കിഷോർ. ഇനിയിപ്പോൾ ഗോവിന്ദ് സാറും ഗീതുവും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവത്തില്ല. ആ സ്ഥിതിക്ക് സാർ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ, അതാണോ ഇതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഈ ഒരു ഇത്രയും വലിയൊരു സ്ഥലത്ത് ഞാൻ ഗീതുവിനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നതല്ലേ, അപ്പോൾ പിന്നെ എനിക്ക് എന്തെങ്കിലും ഒരു ഉറപ്പ് വേണ്ടേന്ന് ചോദിച്ചു. ഇത്രയും നാളും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇവൾക്ക് ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല എന്നുള്ള ഉറപ്പ് എനിക്ക് വേണം എന്നും പറഞ്ഞിട്ട് ഗോവിന്ദൻ ഇങ്ങനെ കിഷോറിനോട് പറയാം. അത് ഗീതുവിൻ്റെ കയ്യിൽ കിടന്നാലും കിഷോറിൻ്റെ ക്യാഷ് തന്നെയല്ലേ, പിന്നെ എന്താ ടെൻഷൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കിഷോർ ഇങ്ങനെ വല്ലാത്ത പെരുകിനെ പോലെ കിടന്ന് കാണിക്കുമ്പോൾ നമ്മുടെ ഗോവിന്ദൻ ചോദിച്ചു. അപ്പോൾ ഗോവിന്ദനും മൊത്തത്തിലൊരു ഒരു കല്ലുകടി ഇവനോട്. കാരണം ഇവൻ്റെ പ്രവർത്തികളും രീതികളും ഒക്കെ ശരിക്കും മഹേഷ് പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ്. കാരണം ഗീതുവിനെ ക്കാളുപരി ഇവൻ ആ കാശിനോടാണ് താല്പര്യം എന്നുള്ള കാര്യം നമ്മുടെ ഗോവിന്ദന് പലവട്ടം മനസ്സിലായതാണ്. അപ്പോൾ ഗീതുവിനും ആ ഒരു ചെറിയൊരു തിരിച്ചറിവൊക്കെ ഉണ്ട്. പക്ഷേ അത് പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ആ ഒരു ഇതിൽ ഇങ്ങനെ ഇവർ സംസാരിച്ചു. നമ്മുടെ ഗോവിന്ദൻ അങ്ങ് പോയി. അപ്പോൾ ഗോവിന്ദൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഗീതു ഇങ്ങനെ ഭയങ്കര കരച്ചിലും വിഷമമായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും കിഷോർ ഗീതുവിനെ സമാധാനിപ്പിക്കുന്നു, നീ ടെൻഷൻ ആവേണ്ട, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ കിഷോർ ആശ്വസിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഗീതു ആണെങ്കിലോ ആ ഒരു കിഷോറിൻ്റെ സ്നേഹം അത് സത്യമാണെന്നൊക്കെ വിശ്വസിക്കുന്നുമുണ്ട്. അങ്ങനെ ആ ഒരു പരിപാടികളും കാര്യങ്ങളും അവിടെ നടക്കുന്നു. ഈ സമയത്ത് നമ്മുടെ മഹേഷ് ഇതൊക്കെ കണ്ടിട്ട് കിഷോർ എന്ന് പറയുന്നവനെ അടുത്തേക്ക് വിളിച്ചു. അപ്പോൾ എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു. നിങ്ങൾ എന്തിനാ എന്നെ വിളിപ്പിച്ചതെന്നൊക്കെ ചോദിച്ചപ്പോൾ വളരെ സീരിയസ് ആയിട്ട് നിന്നോട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. എന്ത് കാര്യമാണെന്ന് ചോദിച്ചു. അപ്പോൾ അത് ഞാൻ പറയാം, പക്ഷേ അതിനു മുമ്പ് എനിക്ക് നീ ഒരു ഉറപ്പ് തരണമെന്ന് പറഞ്ഞു. എന്തുറപ്പാണെന്ന് ചോദിച്ചപ്പം നമ്മൾ തമ്മിൽ ഈ സംസാരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഈ റെഡിയാക്കുന്ന കാര്യങ്ങൾ മറ്റൊരാളും അറിയാൻ പാടില്ലെന്നുള്ള കാര്യം പറഞ്ഞു. നിൻ്റെ ലൈഫ് ലോങ് നിനക്ക് സെറ്റിൽമെൻ്റ് ആയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്നും പറയുന്നതെന്നും നിൻ്റെ ലൈഫ് സെറ്റാകും, പിന്നെ നിനക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല തുടങ്ങിയ രീതിയിലൊക്കെ ഇയാൾ ഇങ്ങനെ പറഞ്ഞ്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ കിഷോർ അങ്ങനെയുള്ള സെറ്റപ്പോ, അതെന്ത് സെറ്റപ്പാണെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നു. ശരി, കുഴപ്പമൊന്നുമില്ല, താൻ അതിനൊക്കെ ഓക്കെ ആണെന്നുള്ള രീതിയിലാണ് ഇയാളിങ്ങനെ നിൽക്കുന്നത്, അതായത് കിഷോർ. അപ്പോഴേക്കും നമ്മുടെ മഹേഷ് ഒരു പെട്ടി എടുത്തുകൊണ്ട് ഇവൻ്റെ മുന്നിലേക്ക് വെച്ചു. അപ്പോൾ ആ മുന്നിൽ ഇരിക്കുന്ന പെട്ടി കണ്ടപ്പോഴേക്കും ഇതെന്താണെന്ന് കിഷോർ അയാളോട് ചോദിച്ചു. നീ ഇങ്ങനെ ധൃതി പിടിക്കല്ലേ, കാണിച്ചു തരാം എന്നും പറഞ്ഞ് ഈ പെട്ടി തുറന്ന് കാണിക്കുമ്പോൾ അതിനകത്ത് അട്ടിയായിട്ട് വെച്ചിരിക്കുന്ന കുറേ നോട്ടുകെട്ടുകൾ. ഇത് കണ്ടപ്പോഴത്തേക്കും കിഷോറിൻ്റെ കണ്ണിൽ നിന്നും വായിൽ നിന്നെല്ലാം വെള്ളം വീഴുക, പൈസയല്ലേ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ കിഷോർ ഇങ്ങനെ ആർത്തി പൂണ്ട് ഇങ്ങനെ അതിനകത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അന്നേരത്തേക്ക് നമ്മുടെ മഹേഷ് ഇവനെ ശ്രദ്ധിച്ചു. ഇവൻ്റെ ഓരോ ചലനങ്ങളും അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത്രയും ക്യാഷുണ്ട്, ഈ 1 കോടി രൂപയുണ്ട്, ഈ ക്യാഷ് മുഴുവൻ ഞാൻ നിനക്ക് തരും. എനിക്കെന്തിനാണ് നിങ്ങൾ കാശ് തരുന്നത്? ചുമ്മാതല്ല, ഞാൻ ഈ കാശ് നിനക്ക് തരുമ്പോൾ അതിനുള്ള ബെനഫിറ്റ് അതെനിക്ക് വേണം, നീ എനിക്കത് തരണം എന്നിങ്ങനെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ഞാനെന്താ നിങ്ങൾക്ക് ചെയ്തു തരണ്ടേന്ന് ചോദിച്ചു. ഈ 1 കോടി രൂപ
ഞാൻ നിനക്ക് തരുമ്പോൾ ഗീതുവിനെ നീ വിട്ടുതരണമെന്ന് പറഞ്ഞു. ഗീതുവിനെ വിട്ടുതരാനോ? അതെന്താ? ഇപ്പം ഈ മഹേഷിന് വേണ്ടിയിട്ടാണെന്നൊരു ഒരു നിമിഷത്തേക്ക് കിഷോർ ചിന്തിച്ചു. കിഷോറിന് അങ്ങനെയൊക്കെ ചിന്തിക്കാനല്ലേ അറിയുള്ളൂ. അങ്ങനെ അദ്ദേഹം പറഞ്ഞപ്പോൾ ഗീതുവിനെ നിങ്ങൾക്ക് കിട്ടിയിട്ട് എന്തിനാണെന്ന് കിഷോർ ചോദിച്ചു. ഗീതുവിനെ ഗോവിന്ദ് സാറിന് തിരിച്ചു കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഗീതുവുമായി നിനക്കൊരു ബന്ധവും പാടില്ലെന്നും ഗീതുവിനെ പിന്നെ നീ ശല്യം ചെയ്യരുതെന്നുള്ള കാര്യങ്ങളും അദ്ദേഹം പറയാം. നീ തീരുമാനിച്ചോ, നിനക്ക് ഗീതു വേണോ, ഈ 1 കോടി രൂപ വേണോ? ഈ പൈസ ആണെന്നുണ്ടെങ്കിൽ നിൻ്റെ ജീവിതം പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. മറിച്ച് ഗീതുവാണെങ്കിൽ എന്താണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് നീ ചിന്തിക്കുക. ഈ ക്യാഷ് വാങ്ങി ഗീതുവിനെ ഗോവിന്ദ് സാറിന് വിട്ടുകൊടുക്കുന്നതാണോ, അതോ ഗീതുവുമായി വളരെ അല്ലലോടുകൂടി ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണോ താല്പര്യം എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും കിഷോർ ആരാ പൊന്നുമോൻ, കിഷോർ ആണെങ്കിൽ നേരെ ആ പൈസാക്കെട്ടിലേക്ക് കൈ അങ്ങ് വെച്ചിട്ട് ഇതിങ്ങനെ പൈസകൾ ഇങ്ങനെ തലോടി കൈകളിൽ ഇങ്ങനെ എടുത്ത് നോക്കി ഭയങ്കര കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ ഇയാൾ കാണിക്കുന്നത് കണ്ടപ്പോഴേക്കും ഞാൻ ഉദ്ദേശിച്ചോടത്ത് വീണു എന്നുള്ള കാര്യം നമ്മുടെ മഹേഷിന് മനസ്സിലായി. അപ്പോൾ ഇവൻ ഈ പെട്ടി അങ്ങോട്ട് കയ്യിൽ നിന്ന് വെക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആ പെട്ടിയോട് ഇവന് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ്, ഒരു ഭയങ്കര ആർത്തിയൊക്കെ കാണിക്കുന്നു. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പം എന്താ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുകയല്ലേ എന്ന് ഇദ്ദേഹം ഒന്നുകൂടി ഇവനോട് ചോദിച്ചു. അപ്പോൾ ചെയ്യാമെന്നുള്ള കാര്യം അവനും പറഞ്ഞു. ശരി, ഞാൻ ഏൽക്കുന്നു. ഞാൻ ഗീതുവിനെ സാറിന് തന്നെ വിട്ടുകൊടുത്തോളാം. സാറിന് വിട്ടുകൊടുത്തിട്ട് ഞാൻ പൊയ്ക്കോളാം എന്നിങ്ങനെ പറഞ്ഞപ്പം പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു രീതിയിലും ഒരിക്കലും നീ അവരുടെ ഇടയിലേക്ക് പിന്നീട് ചെല്ലരുത്. അവർക്ക് ഒരു ശല്യം ഉണ്ടാകരുത്. അങ്ങനെ നിന്നെക്കൊണ്ട് പിന്നീടൊരു ശല്യം ഉണ്ടായി എന്ന് അറിയാനിടയായാൽ പിന്നെ നീ ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇല്ല 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 ഒരിക്കലും ഇല്ല, ഞാൻ ഒരിക്കലും പിന്നെ ഗീതുവിൻ്റെ ഗോവിന്ദ് സാറിൻ്റെ ജീവിതത്തിലേക്ക് കടന്ന് ചെല്ലില്ല അതും പറഞ്ഞ് ഈ ഉറപ്പും മേടിക്കാം. അങ്ങനെ ഇവൻ ആ പൈസയും കൈപ്പറ്റി അവൻ പതുക്കെ ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുന്നു. ഈ സമയത്ത് ഗീതുവിന് ഒരിക്കലും പിന്നീട് നിന്നെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാനുള്ള ഇടയുണ്ടാകരുതെന്നും അതിനെന്തെങ്കിലും ഒരു പോംവഴി നീയായിട്ട് തന്നെ കണ്ടുപിടിക്കണമെന്നും പറഞ്ഞു. അതിനൊക്കെയാണോ വഴികളില്ലാത്തത്? സാർ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ഗീതു ഈ ജന്മം തൻ്റെ മുന്നിൽ സ്നേഹത്തോടു കൂടി വരാതിരിക്കാനും തന്നെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നൊരു വ്യക്തിയാക്കി മാറ്റാനൊക്കെ തനിക്കറിയാമെന്നും പറഞ്ഞുകൊണ്ട് ഇവൻ എന്നാ ചെയ്തു, ഇവൻ നമ്മുടെ ഗീതുവിൻ്റെ അടുത്തേക്ക് നേരെ പോണു. അപ്പോൾ ഗീതു അവിടെ ഇങ്ങനെ മനസ്സ് വിഷമിച്ച് അങ്ങനെ ഇരിക്കുമല്ലേ. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന ഗീതുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് നമുക്കെന്നാ പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ പോകാം വിഷമത്തോടെ ഇങ്ങനെ ഗീതു ഇങ്ങനെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അല്ലെങ്കിൽ വേണ്ട, നമുക്ക് കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് പോകാം. എനിക്കെന്തായാലും ഒരുപാട് കാലത്തിന് ശേഷം നിന്നെ കിട്ടിയതല്ലേ, ഇനിയിപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു ജീവിതമൊക്കെ വേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് ഇവൻ അങ്ങനെ ഒരു അപമര്യാദ എന്നുള്ള രീതിയിൽ ഗീതുവിൻ്റെ ദേഹത്ത് കൈവച്ചു. അപ്പോഴേക്കും ഗീതുവിന് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. ഗീതു പറഞ്ഞു, കിഷോർ വേണ്ട, നീ എൻ്റെ ദേഹത്ത് കൈവയ്ക്കരുതെന്ന് പറഞ്ഞു. ഓഹോ, ഞാൻ കൈവയ്ക്കുന്നത് നിനക്ക് ബുദ്ധിമുട്ടായോ എന്ന് ചോദിച്ചു. ഓ, ഇത്രയും കാലം അവിടെ ഗോവിന്ദൻ്റെ കൂടെ പുരോഗമനവാദവും പറഞ്ഞ് ജീവിക്കുകയായിരുന്നല്ലോ അല്ലേ, നീയൊക്കെ അവിടെ കാണിച്ച് കൂട്ടിയത് എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. ഇപ്പം ഞാൻ നിൻ്റെ ദേഹത്ത് കൈവച്ചപ്പോൾ നിനക്കത് വേണ്ട. അവൻ എന്ത് വേണമെങ്കിലും കാണിക്കാം, ചെയ്യാം, പറയാം അല്ലേ. അനാവശ്യം പറയരുത്. ഗോവിന്ദ് സാർ അത്രത്തോളം മാന്യമായിട്ടും പക്വതയോടെയും മര്യാദയോടും കൂടി മാത്രമേ എൻ്റെ അടുത്ത് ഇടപെട്ടിട്ടുള്ളൂ. അങ്ങനെ തെറ്റായൊരു രീതിയിൽ സാർ ഒരിക്കലും എന്നെ കണ്ടിട്ടില്ലെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പം ഇല്ല, നീ എന്നോട് കള്ളം പറയുന്നതാ. നീയും അവനും യഥാർത്ഥ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെയാണ് അവൻ്റെ വീട്ടിൽ ജീവിച്ചത്, അതെനിക്കറിയാം. നീ എൻ്റെ മുന്നിൽ കൂടുതൽ അഭിനയിക്കാനൊന്നും നിൽക്കണ്ടെന്നും പറഞ്ഞു. അങ്ങനെ ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗീതു ഇങ്ങനെ അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു ഇതിൽ നിൽക്കുക. നിപ്പിൽ കിഷോറിൻ്റെ സ്വഭാവം എങ്ങനെ മാറി. അപ്പോൾ കിഷോർ നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പം പറ്റിയത് മുഴുവൻ എനിക്കാ. നിന്നെ ഞാൻ അയാളെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് 2 എണ്ണങ്ങളും കൂടെ സുഖിച്ചിട്ട് എൻ്റെ തലയിലേക്ക് പിന്നെ കൊണ്ടൊന്ന് കെട്ടിവെക്കാമെന്ന് അയാൾ വിചാരിച്ചോ എന്നൊക്കെ ചോദിച്ചു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗീതു ആകെ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ, ഇവൻ എന്തൊക്കെ ഈ പറയുന്നതെന്നുള്ളൊരിതിലെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവനിങ്ങനെ വീണ്ടും ഗീതുവിൻ്റെ ദേഹത്തേക്ക് കൈവയ്ക്കാനായിട്ട് ചെന്നു. അപ്പോഴേക്കും ഗീതു പറഞ്ഞു, എൻ്റെ ദേഹത്ത് നീ തൊടരുത്, ഇവിടെ കാര്യങ്ങളെല്ലാം നടന്ന് എൻ്റെ കഴുത്തിൽ താലി കെട്ടാതെ നീ ഒരിക്കലും എൻ്റെ അരികിലേക്ക് വരിക പോലും ചെയ്യരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഗീതുവിൻ്റെ കഴുത്തേൽ ഗോവിന്ദൻ്റെ താലി ഇവൻ കണ്ടു. വേഗം നീ താലിയെ പിടിച്ചിട്ട് ഇത് ഞാൻ കെട്ടിയ താലിയാണെന്ന് അങ്ങ് ഓർത്താൽ പോരെ, പ്രശ്നം തീർന്നില്ലേ എന്ന് ചോദിച്ചു. കിഷോർ, നീ ഇത്രയ്ക്ക് അധംപതിച്ച് പോയോ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ ചോദിക്കുക. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ, കഴുത്തേലൊരു താലി ഉണ്ടായാൽ പോരെ, ആ താലി ഉണ്ടെങ്കിൽ നീ ഒരു ഭാര്യയല്ലേ, അപ്പം പിന്നെ എനിക്ക് ഒരു ഭാര്യയോട് എന്നുള്ള രീതിയിൽ എനിക്ക് നിന്നോട് സമീപിക്കാമല്ലോ, നീ എന്താ സമ്മതിക്കാത്തത്, നീ സമ്മതിക്കടിയെന്നും പറഞ്ഞുകൊണ്ട്
ഗീതുവിനെ ഭയങ്കരമായിട്ട് ഇവനിങ്ങനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും ഗീതുവിനെ തള്ളി മാറ്റുന്നുണ്ട്, പിടിച്ച് വലിച്ചൊക്കെ മാറ്റുന്നുണ്ട്. പക്ഷേ ഇവൻ്റെ ആ ഒരു ശക്തി കൊണ്ട് ഗീതുവിനെ കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഗീതു ആണെങ്കിൽ അന്നേരത്തേക്ക് അവിടെ കിടന്ന് ഭയങ്കര ഇത്. അപ്പോഴേക്കും അവിടെ മഹേഷ് അവിടെ അന്നേരം ഇവരുടെ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ആ ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുക. കാരണം എന്നിട്ട് വേണം ഗോവിന്ദനെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കാനായിട്ട്. അങ്ങനെ ഇവർ ആ ഒരു സംസാരവും കാര്യങ്ങളും ഒക്കെ ആയിട്ട്, അതായത് കിഷോറും ഗീതും അവിടെ നിൽക്കുമ്പോൾ ഇവൻ്റെ ഈ ഉപദ്രവം സഹിക്കാൻ മേലാതെ, അല്ലെങ്കിൽ ഇവൻ്റെ ആറ്റിറ്റ്യൂഡ് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാതെ, അവൻ വെറും ഇതാണെന്നുള്ള കാര്യം നമ്മുടെ ഗീതുവിന് മനസ്സിലായി. ഇവൻ തുറന്ന് പറയുകയും ചെയ്തു, എനിക്ക് നിന്നെ അല്ലടി വേണ്ടത്, എനിക്ക് ആ പൈസയാണ് വേണ്ടത്, അല്ലാതെ നിന്നെ വല്ലവൻ്റെയും കൂടെ ഇത്രയും കാലം ജീവിച്ച നിന്നെ ചുമക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ ഇങ്ങനെ ഓരോന്നൊക്കെ പറയണം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗീതു ഇങ്ങനെ തകർന്ന തരിപ്പണമായിട്ട് നിന്നുപോയി. കാരണം ഗീതു ഒരിക്കലും പ്രതീക്ഷിക്കുന്നതല്ല കിഷോർ എന്ന് പറയുന്ന തൻ്റെ കാമുകൻ തന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുമെന്നുള്ളത്. അപ്പോഴാണ് ഗീതു ഇതെല്ലാം തിരിച്ചറിയുന്നതും മനസ്സിലാക്കുന്നതും. അങ്ങനെ കിഷോർ നമ്മുടെ ഗീതുവിനെ കടന്നു പിടിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും അപ്പോഴേക്കും ഗീതുവിന് എവിടുന്നൊക്കെയോ എന്തൊക്കെയോ ഒരു ധൈര്യം, ഒരു ശക്തിയൊക്കെ കിട്ടി. ഗീതുവിനെ തള്ളി മാറ്റി ചവിട്ടി കൂട്ടി അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുവാണ്. അങ്ങനെ 1 കോടി രൂപ കൈപ്പറ്റിയിട്ട് ഗോവിന്ദന് വേണ്ടി ഗീതുവിനെ വിട്ടുകൊടുക്കുന്ന കിഷോർ, അതിനുവേണ്ടി കിഷോർ സ്വീകരിക്കുന്ന മാർഗ്ഗങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ട്വിസ്റ്റോട് കൂടിയുള്ളൊരു എപ്പിസോഡുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വരാൻ പോകുന്നത്. എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക്